ഈ ജാഥ കേന്ദ്രത്തിന്റെ കണ്ണ് തുറപ്പിക്കാനാണ്, കേരളത്തിന്റെ കണ്ണ് തുറപ്പിക്കാനാണ്. പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഹിംസ്ര ജീവികളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ നാടിന് സംരക്ഷണം വേണം. ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് സാധനം വാങ്ങാൻ പോകണം, ഞങ്ങളുടെ സഹോദരികൾക്ക് ജോലിക്ക് പോകണം. ഈ പോകാനുള്ള സ്വാതന്ത്ര്യം, ഈ പോകാനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കണം. സർക്കാരിന് സാധിക്കുമോ? ഇല്ലെങ്കിൽ കൈകൂപ്പി പറയണം, ഞങ്ങൾക്കാവില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല. നിങ്ങളോടൊപ്പം ഈ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് വാക്കു പറയാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞങ്ങളെ സ്നേഹം ചാലിച്ച് ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഈ ജാഥയെ ഹൃദയത്തിലേറ്റിയതിന് ഞാൻ ഈ മലയോര ജനതയോട് നന്ദി പറയുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള ഈ പോരാട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒപ്പമുണ്ട്. വനമേഖലയിൽ ജീവിക്കുന്നവർ മാത്രമല്ല, വിജയം കാണുന്നത് വരെ ഈ പോരാട്ടത്തിൽ നിങ്ങളെല്ലാം UDF-നോടൊപ്പം ഉണ്ടാകണം. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു സർക്കാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഒരു ഘട്ടത്തിലാണ് UDF ഈ ഒരു യാത്രയുമായി പുറപ്പെടുന്നത്. ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ ജീവിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിണറായി വിജയൻ അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു.